ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ ക്ലാസ് ഓറയുടെ ലാസ്റ്റ് 13th ചാപ്റ്ററായ പ്രോബബിലിറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ചാപ്റ്ററുകളൊക്കെ കുട്ടികൾക്ക് എല്ലാവർക്കും എളുപ്പമായിരുന്നു കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. നമ്മുടെ മാക്സിമം കുട്ടികളെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവരെയും വിളിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ അടുത്ത ചാപ്റ്ററായ പ്രോബബിലിറ്റിക്കകത്ത് എന്താണ് പ്രോബബിലിറ്റി എന്നും അതിനെന്തൊക്കെ കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. എന്നാലും നമുക്ക് ഒന്നുകൂടി അത് റിവൈസ് ചെയ്യാം. എന്താണ് പ്രോബബിലിറ്റി? മേ ഓർ മേ നോട്ട് ബി ഓക്കർ ഇൻ എ റാൻഡം എക്സ്പെരിമെന്റ്. ഒരു റാൻഡം എക്സ്പെരിമെന്റിൽ സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനുമുള്ള സാധ്യതയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി പി ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചാണ്. എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പി ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് എ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. ഇതാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സാമ്പിൾ സ്പേസ് എന്നാണ്. ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ആണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നോട്ട് നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ദെൻ സാമ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈച്ച് എലമെന്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ആണ്. ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചേക്കണം? ദാറ്റ് ഈസ് ഈക്വൽ ടു സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ആണ്. സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് അതായത് സബ്സെറ്റ് ആണ്. സാമ്പിൾ സ്പേസിലെ ഓരോ സബ്സെറ്റിനുകളെ നമ്മൾ ഇവന്റ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ ബേസിക് നിങ്ങൾ പഠിച്ചേക്കണേയാണ്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പി ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. ഇനി ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യമാണ് പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ. പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ ആണ്. പി ഓഫ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ബി ആണ്. ദെൻ അടുത്ത് നോക്കാം, അടുത്ത് പി ഓഫ് സി ഡാഷ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് സി വരും. ഇനി പി ഓഫ് എ എന്ന് പറഞ്ഞാലോ തിരിച്ചും നമുക്കറിയാം 1 മൈനസ് പി ഓഫ് എ ഡാഷ് നമുക്ക് എഴുതാം. ഇനി നമ്മൾ അടുത്ത പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് വെച്ചോ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് ആയിരിക്കും. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഇതാണ് ഒരു കണ്ടീഷൻ. ഇനി രണ്ടാമത് പറയുന്നത് നമ്മൾ പഠിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പം എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇനി ഇത് ഓരോ പോയിന്റ്സ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഓരോന്നും പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഓരോന്നും ക്ലിയർ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ഫോർമുല ഒന്ന് പറയണമെന്ന് മാത്രം. ഇനി പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചേക്കുന്നത് എന്താണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ നമ്മൾ പഠിക്കാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് എ നോട്ട് ബി ആണെന്ന് വെച്ചോ. അതിനെ നമ്മൾ പി ഓഫ് എ മൈനസ് ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആയിരിക്കും. ഒരു നെക്സ്റ്റ് ഫോർമുല പഠിക്കാം. ഇത്രയും ഇക്വേഷൻസ് ആണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഓൾറെഡി നോട്ടിൽ തന്നിട്ടുണ്ട്. ആ നോട്ട് നോക്കി നമ്മൾ ഇക്വേഷൻസ് എല്ലാം നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇത്രയും ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പ്രോബ്ലംസ് ഏത് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.